അതെപ്പോ മാമനെ വിളിക്കുന്നേ? എടാ കല്യാണത്തിന് ചില കാര്യങ്ങൾ പറയാനാ, ഒന്ന് വിളിച്ചേ. ഓ എന്റെ കല്യാണം? ഓ ഓക്കെ, എപ്പോ വിളിക്കാവേ. മോനെ അരവിന്ദ, പറയടാ കൂട്ടാ. അതെ ശാന്തപ്പ, ഇത് ഞാനാണേ. ഓ ശാന്തപ്പ മാമ, എന്റെ കല്യാണത്തെ പറ്റി അമ്മയ്ക്ക് സംസാരിക്കണമെന്ന്. ഇവിടെ കേറി പറയലടാ ശാന്തപ്പ. പിന്നെ പറയ്. ശ്രേയയുടെ വീട്ടിൽ നിന്ന് വീട് കാണാൻ വേണ്ടിട്ട് കുറച്ച് ബന്ധുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാക്കണം. അതിനല്ലേ ഈ ശാന്തപ്പൻ ഇവിടെ ഉള്ളത്. എല്ലാം ഞാൻ ഏറ്റു. ശരി ശാന്തപ്പ. ഓക്കെ. അതെ അതെ അതെ, ഞാൻ പറഞ്ഞ പോലെ എല്ലാം കൃത്യമായിരിക്കണം. ടൈമൊക്കെ ഞാൻ പറയാം. ശരി. ആരായിരുന്നു മോളെ ഫോണില്? റിലേറ്റീവ്സ്. റിലേറ്റീവ്സോ? അതെ. ഒന്ന് തെളിച്ചു പറ മോളെ. മമ്മി, കല്യാണം എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഒരുക്കങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അതിന് ചെറുക്കന്റെ വീട് കാണാൻ പെണ്ണിന്റെ അടുത്ത റിലേറ്റീവ്സ് പോകുന്നൊരു ചടങ്ങുണ്ടല്ലോ. ഉണ്ട്. എന്നാ ആ ചടങ്ങ് നടക്കാൻ പോവാ. അതിന് റിലേറ്റീവ്സ് എന്ന് പറയാൻ നമുക്കാരാ ഉള്ളത്? നമുക്കാരുമില്ല, പക്ഷേ ഉണ്ടാക്കണം. നീ എന്തായി പറയുന്നേ? എന്റെ മമ്മി, ശാന്തപ്പൻ അങ്കിളിനോട് ഞാൻ നാളെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നമ്മുടെ റിലേറ്റീവ്സിനെ ആയിരപ്പറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അയാളായിരിക്കും. ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞില്ല. മനസ്സിലായി, റിലേറ്റീവ്സ് അല്ലേ. കാശ് കൊടുത്താ കിട്ടാത്ത ബന്ധങ്ങളുണ്ടോ മമ്മി? ഓ, ഞാൻ 4-5 പേരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിറ്റേഴത്ത് തറവാട്ടിലെ കാരണവരെ അടക്കം. ബാലമാഷിന്റെയും ചാരുവിന്റെയും ആകാശിന്റെയും പ്രതികരണം എന്തായിരിക്കും എന്ന് അറിയാലോ. കരയോഗക്കാര് വാണിംഗ് കൊടുത്ത സ്ഥിതിക്ക് മാഷ് കൂടുതൽ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല. പിന്നെ മാഷിനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു മാന്യതയുള്ളവനും മര്യാദക്കാരനും ആണല്ലോ. നമ്മുടെ റിലേറ്റീവ്സിനോട് ഇണങ്ങിയില്ലെങ്കിലും പിണങ്ങാൻ നിൽക്കില്ല. ഇതൊരു പരീക്ഷണം. ഏതൊക്കെ രീതിയിൽ അവർ ഈ കല്യാണത്തെ തടയാൻ നോക്കുമെന്നുള്ള പരീക്ഷണം. അത് കൊള്ളാം മോളെ. അതുകൊണ്ടല്ലേ മമ്മി ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. നിങ്ങളെന്താ ഇവിടെ? എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊന്നുമില്ല. ഉണ്ടടാ, എനിക്ക് ആവശ്യമുള്ളതുണ്ടടാ. അതെന്തായാലും നീയല്ല, എന്റെ ശ്രേയമോള. നിങ്ങളുടെ മോളൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ പോകാൻ നോക്കേ. ചെല്. അതെ, ഞാൻ നിന്റെ ആയിരപ്പുറ തറവാട്ടിലോട്ടൊന്നും അല്ല കയറി വന്നത്. ഇതൊരു ഗവൺമെന്റ് ഓഫീസാണ്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഞാനല്ലല്ലോ, അതിന് നീയല്ലേ എന്നെ ചോദ്യം ചെയ്യാൻ വന്നത്. നിങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടോ? ആകാശ്, ഞാൻ വിളിച്ചിട്ട് അച്ഛൻ വന്നത്. കേട്ടോടാ, ഞാൻ എന്റെ മോള് വിളിച്ചിട്ടാ വന്നത്. അച്ഛമ്മ, ചുമ്മാ സമയം കളയാതെ പോയി പണിയെടുക്കടാ വേസ്റ്റ് മരുമോനെ. അച്ഛമ്മ മോളിയല്ലേ? ആകാശേ, ഇത് നിന്റെ അമ്മായച്ചനല്ലേ? അതെങ്ങനെ ശ്രേയ മാഡത്തിന്റെ അച്ഛനാവുന്നത്?
അത് ശ്രേയ മാഡത്തിന്റെ അമ്മയോട് പോയി ചോദിക്കും. അയ്യോ അയ്യേ, അത് ഞാനെങ്ങനെ ചോദിക്കാനാ? വേണ്ട, ശ്രേയ മാഡത്തോട് ചോദിച്ചാലും മതി. മനസ്സിലായി മനസ്സിലായി.